ചുവർ ചിത്രകലാരംഗത്ത് ദേശീയ ശ്രദ്ധ നേടിയ കലാകാരി. ബംഗ്ലാദേശിൽ നടന്ന സാർക്ക് മേളയിൽ വ്യക്തിഗത സംരംഭ വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത 2 പേരിൽ ഒരാൾ. 2012 ഡൽഹി ഇൻ്റർനാഷണൽ എക്സ്പോയിൽ ഏറ്റവും അധികം കലാ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച കലാകാരി. തഞ്ചാവൂരും ചെന്നൈയിലും ബാംഗ്ലൂരിലും ദില്ലിയിലും ചണ്ഡീഗറിലും ചുവർ ചിത്രങ്ങൾ വരച്ച് പ്രശംസ നേടിയ ആൾ. 2018 നാരീശക്തി പുരസ്കാരം അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ നിന്ന് അന്നത്തെ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് നൽകി ഈ കലാകാരിയെ ആദരിച്ചു. സ്ത്രീകളെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ ക്ഷേത്ര ചുവർ ചിത്ര രചനാരംഗത്ത് ആദ്യം കടന്നു വന്ന ഈ ചിത്രകാരി മഹാക്ഷേത്രമായ തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും നവരാത്രി മണ്ഡപത്തിലും ചുവർ ചിത്ര രചന നടത്തി കലാചരിത്രത്തിൽ ഇടം നേടി. ചൈന, അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ സ്വകാര്യ ചിത്രശേഖരങ്ങളിൽ തൻ്റെ ചിത്രങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ഫൈൻ ആർട്സ് ഡിപ്ലോമ കഴിഞ്ഞ ഈ കലാകാരി ഭർത്താവും ചുവർ ചിത്ര കലാകാരനുമായ ജി അഴിക്കോടിൻ്റെ ശിക്ഷണത്തിലാണ് ചുവർ ചിത്ര രചന അഭ്യസിച്ചത്. ക്ഷേത്ര ചുവർ ചിത്ര രചനാരംഗത്ത് സ്ത്രീ ശാക്തീകരണം നടത്തിയ ധീരയായ കലാകാരിയാണ് കെ ശ്യാമളകുമാരി. തിരുവനന്തപുരം ചെക്കാലമുക്കിൽ ഗോപാലൻ കുഞ്ഞി ദമ്പതികളുടെ മകളായി ജനിച്ച കെ ശ്യാമളകുമാരി ഇന്നും ചുവർ ചിത്ര കലാരംഗത്തെ ഒരു നിറസാന്നിധ്യമായി തുടരുന്നു.